ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ വെളിയിൽ നിന്ന് പുറത്തുനിന്നുള്ളൊരു ഐറ്റമാണ്. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇത് സാധാരണയായിട്ട് എല്ലാവരും വെച്ച് വരുന്നുണ്ട്. പ്രത്യേകിച്ചും കാസർഗോഡ്, കർണാടക ഭാഗങ്ങളിലൊക്കെ ഇത് ധാരാളമായിട്ട് കാണുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ചിക്കൻ റെസിപ്പിയാണ് ഇത്, ചിക്കൻ ചുക്ക. അപ്പോൾ ഈ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആവും, അതിന് വേണ്ടിയിട്ടാണ് തൈര് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ഞാൻ ചിക്കൻ നന്നായി ഇവിടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട സവാള എടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു 6 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോ നല്ല വലിയ വലിപ്പമുള്ളതാണെങ്കിൽ 6 എണ്ണം വേണ്ട, ഒരു 4 എണ്ണം മതിയാവും. പക്ഷെ ഞാൻ എടുത്തതിൽ ഇപ്പൊ കുറച്ച് ചെറുതൊക്കെ ഉള്ളതുകൊണ്ട് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് വരാം. ഉള്ളി നമ്മൾ നെയ്ച്ചോറിനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാൻ അരിയുന്ന പോലെയാണ് അരിയേണ്ടത്. ഒരുപാട് കനത്തിൽ അരിയരുത്, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഏകദേശം ഈ ഒരു സൈസിൽ അരിഞ്ഞാൽ മതിയാവും. ഇപ്പൊ സവാള മുഴുവനായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നെയ്ച്ചോറിനൊക്കെ പറ്റുന്ന പോലെ ആ ഒരു ഫ്രൈ ചെയ്യേണ്ട സൈസിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം കുറച്ച് കറിവേപ്പില കൂടിയാണ്. അപ്പൊ നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പൊ ഇതിനായി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. നമുക്ക് എണ്ണ കുറവാണെങ്കിൽ പകുതി പകുതി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. കറിവേപ്പില കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കറിവേപ്പില കൂടുന്തോറും ഇതിന് ടേസ്റ്റും കൂടും. ഇതിപ്പോ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയിൽ പകുതിയാണ് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. പകുതി നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ ഈ പകുതിയിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഞെരടി വയ്ക്കാം. അപ്പൊ ഞാനിത് വേറൊരു ബൗളിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായി കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഞെരടി കൊടുക്കാം. ഇതിപ്പോ എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇനി ചിക്കൻ ചുക്ക ആക്കുമ്പോൾ ഈ സവാള ആവശ്യമുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് സവാള ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പിട്ടിട്ട് നന്നായി ഒന്നിങ്ങനെ ഞെരടി വെക്കുന്നത്. അപ്പൊ ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് സവാള ഫ്രൈ ആയോ എന്ന് നോക്കാം. സവാള ഇതാ നല്ല ഫ്രൈ ആയി വരുന്നുണ്ട്. ഫ്രൈ ആവുന്നവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പൊ നമ്മുടെ സവാള നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം തന്നെ സ്റ്റൗ ഓഫ് ആക്കാം. എല്ലാം എണ്ണയിൽ നിന്ന് കോരി എണ്ണ നന്നായി ഊറ്റിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോ അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ അത്രയ്ക്ക് എണ്ണ വേണ്ട, പകുതിയോളം മാറ്റി വെച്ച് ബാക്കിയുള്ള എണ്ണയിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 പച്ചമുളക് അരിഞ്ഞതാണ്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബാക്കി സവാള. അപ്പൊ അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം.
ഉപ്പിട്ടത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സവാള ആയി കിട്ടും. അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈസിൽ അരിഞ്ഞാൽ മതി. അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം നമ്മുടെ തക്കാളിയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചുക്കയ്ക്കുള്ള മസാലകൾ തയ്യാറാക്കണം. അപ്പം അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. എരിവ് കുറച്ച് കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. കാരണം നമ്മൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ചിക്കൻ ഇതാക്കി വെച്ചിരിക്കുന്നത്, മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം, ലോ ഫ്ലെയിമിൽ വെക്കാം, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കാം. ഇപ്പൊ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം ഉള്ളി നമ്മൾ മാറ്റി വെച്ച ഉള്ളിയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കനിൽ മിക്സ് ചെയ്യുമ്പോഴും ഉപ്പ് ചേർത്തിട്ടാണ് ചിക്കൻ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ചിക്കൻ ഇട്ടതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 20 മിനിറ്റ് ആയിട്ടുണ്ട് ആ ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഈ മസാലകളെല്ലാം ചിക്കനിൽ പിടിക്കത്തക്ക രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ചിക്കനൊക്കെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. പിന്നെ ഒരു 10 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇതാ കണ്ടോ, ചിക്കനിൽ നിന്ന് വെള്ളം നന്നായി ഊറി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ തന്നെ ഇരുന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി ചിക്കൻ ഒന്ന് വെന്തോളും. അപ്പൊ ഇതിൽ ഉപ്പുണ്ടോന്നൊന്ന് നോക്കട്ടെ. കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പൊ ഞാനൊരു ലേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് നന്നായി ഇളക്കി ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇതിലേക്ക് രണ്ടാമത്തെ ചേരുവകളൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ പെരുംജീരകത്തിന്റെ പൊടിയാണ്. പെരുംജീരകം പൊടിച്ചതായാലും മതി. പെരുംജീരകം പറയുമ്പോൾ നമ്മൾ വലിയ ജീരകം. അടുത്ത നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി ഒരു 2 മിനിറ്റും കൂടി വേവിക്കാൻ വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി കിട്ടും. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് വേവ് ഒന്ന് നോക്കാം. ചിക്കൻ വെന്തോന്ന് അറിയണ്ടേ, അപ്പൊ വേവ് ഒന്ന് നോക്കാം. ഇതാ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 10-12 മിനിറ്റോളം മതിയാവും. അപ്പൊ ഇനി നമുക്ക് അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ ഈ നേരത്തെ മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, ഉള്ളിയും കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്ത് വെച്ച് നമുക്ക് നന്നായി ഒന്ന് പൊടിക്കാം.
ഉള്ളി നന്നായി ഫ്രൈ ചെയ്താലേ ഇങ്ങനെ പൊടിക്കാൻ പറ്റും. ഇതായിപ്പോൾ നന്നായി പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. നമ്മളിത് നന്നായിട്ടൊരു 1 മിനിറ്റോളം അങ്ങനെ നന്നായി ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ആ ചിക്കൻ്റെയും ഉള്ളി വറുത്തതിൻ്റെയും ഒക്കെ ഒരു മണം, നല്ല ടേസ്റ്റാണിത്. അപ്പം എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം. ചിക്കൻ ചുക്ക നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ നമ്മളെ ഒരു കൊതിപ്പിക്കുന്ന മണമാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.